അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ. ഭൂമിയിൽ മനുഷ്യർ അല്ലാഹുവിന്റെ ഖലീഫയാണ് എന്ന ആശയത്തിൽ നിന്നാണ് ഈ സൂറയുടെ തഫ്സീർ തന്നെ മഹാനായ മുതവല്ലി ശഅറാവി പോലുള്ള മുഫസ്സിരിങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. നമ്മൾ അല്ലാഹുവിന്റെ റെപ്രസെന്റേറ്റീവാണ്, അല്ലാഹ് പറഞ്ഞയച്ചവരാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ ഈ ഭൂമിയിലേക്കുള്ള നിയോഗം അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാണ്, അല്ലെ? നമ്മൾ അല്ലാഹുവിന്റെ ഖലീഫയാണ്. നമ്മളിലൂടെ ജനിക്കാൻ പോകുന്ന മക്കളും അല്ലാഹുവിന്റെ ഖലീഫയാണ്. നമ്മുടെ പെൺമക്കളും അല്ലാഹുവിന്റെ ഖലീഫയാണ്, ആൺമക്കളും അല്ലാഹുവിന്റെ ഖലീഫയാണ്. നമ്മുടെ ഭാര്യ അല്ലാഹുവിന്റെ ഖലീഫയാണ്, നമ്മുടെ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ അല്ലാഹുവിന്റെ ഖലീഫയാണ്. എല്ലാവരും ഖലീഫമാരാണ്. ഏത് വിഷയത്തിൽ? അല്ലാഹുവിനനുസരിക്കാനും അല്ലാഹ് പറഞ്ഞത് നടപ്പാക്കാനും വേണ്ടി വന്നവർ. അങ്ങനെ വരുമ്പോൾ ഒരു ഖലീഫയുടെ ജനനം പ്രാധാന്യമാണ്. ഹലാലിൽ നിന്നുള്ള ഒരു ജനനം കൊണ്ടേ നന്മ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഹറാമിലൂടെയുള്ള ഒരു പുത്രനാണെങ്കിൽ ഖലീഫയായിട്ട് വരേണ്ട ഒരാളുടെ ജന്മം നടക്കുന്നത് വ്യഭിചാരം പോലെയുള്ള ഒരു ഹറാമിൽ നിന്നാണെങ്കിൽ പൂർണ്ണതയില്ലാത്ത പെണ്ണുങ്ങളുടെ പാല് കുടിച്ച് വളർന്ന ആ കുട്ടിക്ക് എങ്ങനെയാണ് പൂർണ്ണത ഉണ്ടാവുക? കവി ചോദിക്കാൻ. ഉമ്മമാർക്ക് പൂർണ്ണതയില്ലെങ്കിൽ പിന്നെ മക്കൾക്ക് എങ്ങനെ പൂർണ്ണത ഉണ്ടാവുക? അപ്പോ ജനിക്കുന്ന കുഞ്ഞിന്റെ ജന്മം നടക്കുന്നത് അല്ലാഹുവിന്റെ ശറഇലൂടെയാണെങ്കിലേ ആ കുഞ്ഞിൽ നിന്ന് ഖിലാഫത്ത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇയ്യാകും വഖദറാഅദ്ദുമുൻ, ഇയ്യാകും വഖദറാഅദ്ദുമുൻ. പഠിച്ചവനെ, ഖദറാഅദ്ദുമുൻ എന്ന് പറഞ്ഞ അറബി മനസ്സിലാകുന്നവർക്ക് പോലും ഒരു പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലാവില്ല. എന്താണ് ഈ ഖദറാഉദ്ദുമുൻ? ഖദറാഉദ്ദുമുൻ തൊട്ടുപോകരുതേ, ഖദറാഉദ്ദുമുനോട് അടുക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണിപ്പോ ഖദറാഉദ്ദുമുൻ? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രവാസികളെ പറ്റി ആണ് അല്ലാഹുവിന്റെ റസൂൽ പറയണത് എന്ന് ഇങ്ങനെ തോന്നുന്നു. അപ്പോ കല്യാണം കഴിക്കാത്തവരെ പറ്റിയാട്ടോ പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, വമാ ഖദറാഉദ്ദുമുൻ യാ റസൂലല്ലാഹ്, എന്താ റസൂലേ തങ്ങളെ, എന്താണ് ഈ ഖദറാഉദ്ദുമുൻ എന്ന് പറഞ്ഞാൽ? തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാ ഫിൽ മംബിതിസ് സൂഅ്. ചൊർക്ക് മാത്രം മതി എന്ന് പെണ്ണ് കാണാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഷോക്കാണ് ഈ ഹദീസ്. അൽ മർഅത്തുൽ ഹസനാ, നല്ല ഭംഗിയുള്ള പെണ്ണാണ്, പക്ഷേ ഫിൽ മംബിതിസ് സൂഅ്, അത് വളരുന്ന വളർച്ചയുടെ സ്ഥാനം മോശമാണ്. നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, പക്ഷെ വാപ്പാക്ക് അഡ്രസ് ഇല്ല. ഒരു ഉദാഹരണം. നല്ല ഭംഗിയുണ്ട്, പക്ഷേ ദീൻ എന്ന് പറഞ്ഞ സാധനം അടുത്തേക്ക് പോയിട്ടില്ല. നല്ല ഭംഗിയാണ്, നോ മാനേജ്. നല്ല ഭംഗിയുണ്ട്, പക്ഷേ ബദീഉൽ കലാമല്ലാതെ പറയൂല, തോന്നിവാസല്ലാതെ വായിന്ന് വരില്ല, കാണാനൊക്കെ ഉഷാറാണ്. അത് നിങ്ങൾ പോയി നിങ്ങൾ അന്വേഷിക്കല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയ്യാകും ഖദറാഅദ്ദുമുൻ. പഠിച്ചവനെ, നാട്ടിൽ പോയിട്ട് ബൈക്കേറ്റ് ഇറങ്ങാൻ നമ്മുടെ ചെക്കന്മാരൊക്കെ. ഇന്ന് എത്രണ്ണം കണ്ടു? 10. നാളെ 12 പ്ലാൻ ഉണ്ട്. മറ്റന്നാൾ ഏതെങ്കിലും പറ്റിയോ? പറ്റിയിട്ടില്ല. ഇവനാകെ നോക്കുന്നത് ചുരുക്കാണ്. 15 ദിവസത്തെ ലീവാണ്, 8 ദിവസം കൊണ്ട് കല്യാണം നിക്കാഹും നടക്കണം, 5 ദിവസം കൊണ്ട് ഹണിമൂണ് പോകണം, പിന്നെ തിരിച്ചു പോരണം ഗൾഫിലേക്ക് തന്നെ. ഇങ്ങനെ ഓടുകയാണ്. അവൻ ആകെ നോക്കുന്നത് എന്താ? ഖദറാഉദ്ദുമുൻ. ചുരുക്കുണ്ടായാൽ മതി, വേറൊന്നും പ്രശ്നമല്ല. നമ്മൾ ചെറുപ്പക്കാരുടെ ഒരു അധപ്പതനം നോക്കണം, ആകെ അതേ പ്രശ്നമുള്ളൂ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നോക്കല്ലേ. നിങ്ങളൊരു കുടുംബത്തിന്റെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു ഉമ്മയെയാണ് നിങ്ങൾ അവസാനം നിങ്ങൾ അന്വേഷിക്കുന്ന ഈ ഭാര്യ. അങ്ങനത്തെ ഒരു ഉമ്മയാണ്. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ്
അനുഭവിക്കേണ്ട കുട്ടിയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരികമായ ആസ്വാദനങ്ങൾ അതിന് പരിധിയുണ്ട്. മനുഷ്യന്റെ യൗവനം കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് നോ ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മുടെ മക്കളാണ്, കുടുംബജീവിതമാണ്. അങ്ങനെ ഒരു കുടുംബജീവിതത്തിന് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ നോക്കണം. മമ്പിത്ത് ചീത്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള പെൺകുട്ടി ഇയ്യാക്കും, അത് നിങ്ങൾക്ക് വേണ്ട. അതൊക്കെ അന്വേഷിക്കുന്ന വേറെ ആളുകളുണ്ടാവും, അവർ കെട്ടിക്കൊണ്ടുപോയിക്കോളൂ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കത് വേണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇന്ന് അതിനോട് ചേർത്ത് പറയാണ്, ഒരു ചെറുപ്പക്കാരും നമ്മൾ ഈ സദസ്സിലുള്ള ഒരാളും ഈ പരിപാടി വീക്ഷിക്കുന്നവരോ കേൾക്കുന്നവരോ ആയ ഒരാളും കല്യാണം കഴിക്കാൻ പോകുന്നവർ ഈ പണി ചെയ്യരുത്. വീടുകൾ മുഴുവനും കയറിറങ്ങി എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന ഈ പരിപാടി ടോർച്ചറിങ്, മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. നമുക്കൊരു പെങ്ങളുണ്ടായിട്ട് ആ പെങ്ങളെ ഒരു ദിവസം 10 ആൾ വന്ന് കണ്ടുപോയിട്ട് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ പെൺകുട്ടിയുടെ മനോസ്ഥിതി? എന്തൊരു വിഷമായിരിക്കും. ഏകദേശമൊക്കെ ധാരണയിൽ ഓക്കെയാണ്, ഏകദേശമൊക്കെ പുറത്തുനിന്നൊക്കെ കണ്ടറിഞ്ഞ് കേട്ട് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ട് എന്ന ഒരു മന്നെങ്കിലും ഒരു 80% ഓക്കെയാണെങ്കിൽ ചെന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ ആ കുട്ടികളോട് കാണിക്കുന്ന കടുത്ത ദ്രോഹമാണത്. ചെയ്യരുത്. എന്നെ പറ്റിയില്ലല്ലോ പഠിച്ചവനെ, വേറെ നാളെ വരുന്നതിൻ്റെ വരിക, അയാൾക്കും പറ്റിയില്ല, മൂന്നാമത്തെ ആൾക്കും എന്നെ പറ്റിയില്ല, ഇനി ഇന്നാർക്കും പറ്റില്ലായിരിക്കും എന്നൊരു കുഞ്ഞ് വിചാരിക്കല്ലേ. മക്കളല്ലേ, അവരൊക്കെ ചെറുപ്പക്കാരെ കുട്ടികളല്ലേ, വേദനിപ്പിക്കൂലേ? ഈ ബൈക്കെടുത്ത് ഇറങ്ങുന്ന ചെക്കന്മാരും അവൻ്റെ കൂടെ കുറച്ച് തെറ്റുകളും ഇവർക്കൊക്കെ കാണിച്ചിട്ടവൻ ഉറപ്പിക്കൊള്ളുണ്ടോ? അവസാനം ആർക്കും പറ്റാത്തതിന് പറ്റും, പിന്നെ അവനതിനും കുടുംബം ചെയ്യും. അങ്ങനെ സംഭവിക്കുക. അത് അല്ലാഹു ചെയ്യുന്ന ഒരു ശിക്ഷയാണ്. എത്രയോ നല്ല മക്കളെ പറ്റിയില്ല എന്ന് അർത്ഥ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ ദുൽമിന്റെ ശിക്ഷ അല്ലാഹു കൊടുക്കുന്നതാണ്. അതൊക്കെ അവൻ ആകെ നോക്കിയത് ചൊറുക്ക, ഒരു ഭംഗിയില്ലാത്തവൾ അവസാനവും പോയി കിട്ടും, അതിലവൻ കുടുങ്ങും. ഇതല്ലാഹു ചെയ്യുന്ന ശിക്ഷയാണ്. നമ്മളത് ചെയ്യരുത്. ഇയ്യാകും വഹദറാഅത്തും. ഞാൻ പറഞ്ഞു വന്നതിന്റെ മുഖ്യമായ ലക്ഷ്യം അസ്സാനിയത്തു വസ്സാനി എന്ന് അല്ലാഹു തആല പറയുന്നു. തൊട്ടടുത്ത ആയത്ത് വരുന്നത് വിവാഹത്തേക്ക് സൂചിപ്പിക്കുവാനാണ്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇവിടെ വിവാഹത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള അവന്റെ ക്രൈറ്റീരിയൻ, എന്ത് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു ഇവിടെ. നല്ലവളായിരിക്കണം, ദുർനടപ്പുകാരി ആവരുത്. അല്ലാഹു നമ്മുടെ മക്കളിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹാത്തുകളെ അല്ലാഹു ഇണകളായി നൽകുമാറാകട്ടെ. വിവാഹം ചെയ്യപ്പെടാനിരിക്കുന്ന പെൺമക്കൾക്ക് സ്വാലിഹീങ്ങളെ അല്ലാഹു എത്തിക്കുമാറാകട്ടെ.